സംസ്ഥാനത്ത് പഞ്ചസാര വില കുതിക്കുന്നു. വില കിലോയ്ക്ക് 50 രൂപ കടന്നതോടെ അടുക്കളം ബജറ്റ് താളം തെറ്റുമെന്നുറപ്പാണ്. നിലവിൽ വില വർദ്ധിപ്പിക്കാനാകാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. എന്നാൽ പെട്ടെന്നുള്ള വില വർധന തിരിച്ചടിയാകുമെന്നും ഇവർ ഭയക്കുന്നുണ്ട്. മിക്ക മലയാളികൾക്കും രാവിലെ പഞ്ചസാരയിട്ടൊരു ചായ അത് നിർബന്ധമാണ്. എന്നാൽ ഇനി ചായ കൂടി മുട്ടുമെന്നുറപ്പിക്കാം. കാരണം പഞ്ചസാര വില കുതിക്കുകയാണ്. ഓരോ ദിവസവും നെഞ്ചിടിപ്പോടെയാണ് റെക്കോർഡിട്ട് പഞ്ചസാര വില കുതിക്കുന്നത്. ശരിക്കും ആരോഗ്യത്തിന് നല്ലതല്ലെങ്കിലും ഓരോ വീടുകളിലും ഒഴിച്ചു നിർത്താനാവാത്തതാണ് ഈ പഞ്ചസാര. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം തകിടം മറിയുകയാണ്. ഇത് കുടുംബ ബജറ്റ് താളം തെറ്റിക്കുമെന്ന് ഉറപ്പിക്കാം. ശരിക്കും പഞ്ചസാര വില വർധനവിൽ പകർച്ചു നിൽക്കുകയാണ് വ്യാപാരികളും. പഞ്ചസാര ചില്ലറ വില 54 രൂപയ്ക്ക് മുകളിലായി കൂടിയിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ചും കുടുംബ ബജറ്റിനെ മാത്രമല്ല താളം തെറ്റിക്കുന്നത്, മിക്ക ബേക്കറികളെയും പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. കഴിഞ്ഞയാഴ്ച വരെ 44 രൂപയുണ്ടായിരുന്ന പഞ്ചസാര വിലയാണ് ഒറ്റയടിക്ക് കൂടിയിരിക്കുന്നത്. വില വർദ്ധിപ്പിക്കാനാകാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. എന്നാൽ ഇത്തരത്തിൽ പെട്ടെന്നുള്ള വില വർധനവ് വലിയ തിരിച്ചടിയാകുമെന്നും ഭയക്കണം. ആശ്വസിക്കാൻ ഒരു വഴിയുമില്ല. കാരണം ഓണം ഇങ്ങെത്താറായി. ഇനിയും വില കൂടുമെന്ന് തന്നെയാണ് വ്യാപാരികൾ പറയുന്നത്. കേരളത്തിലേക്ക് ആവശ്യമായ പഞ്ചസാരയുടെ നല്ലൊരു ശതമാനവും എത്തുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. മഹാരാഷ്ട്രയ്ക്ക് പുറമെ ഉത്തർപ്രദേശ്, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് വ്യാപകമായി കരിമ്പ് കൃഷിയുള്ളത്. ജൂണിൽ നടക്കുന്ന കൃഷി നവംബറിലാണ് വിളവെടുപ്പ് നടത്തുക. ഇത്തവണ എൽനിനോ പ്രതിഭാസം കാരണം മൺസൂൺ കൃഷി വൈകിയതും പ്രതിസന്ധി സൃഷ്ടിച്ചു. അതിനാൽ വിളവെടുപ്പ് നടന്നത് ഡിസംബർ മാസത്തിലാണ്. തരികുറവുള്ള പഞ്ചസാരയുടെ കയറ്റുമതി കേന്ദ്രം നിർത്തിവെച്ചിട്ടുമുണ്ട്. പഞ്ചസാര ഉൽപാദനത്തെ അപേക്ഷിച്ച് കരിമ്പിൽ നിന്ന് നേരിട്ട് എഥനോൾ നിർമ്മിക്കുന്നതാണ് പഞ്ചസാര മില്ലുകൾക്ക് കൂടുതൽ ലാഭമുണ്ടാക്കുന്നത്. എന്തായാലും ഇപ്പോൾ വലിയ തരത്തിലാണ് സംസ്ഥാനത്ത് പഞ്ചസാര വില കുതിക്കുന്നത്. എഥനോൾ ഇന്ധനത്തിന്റെ ഉൽപാദനം ആരംഭിച്ചതോടെയാണ് പഞ്ചസാര വിലയും കൂടിയതെന്നാണ് പറയുന്നത്. എഥനോൾ നിർമ്മിക്കുന്നത് തന്നെ കരിമ്പിൽ നിന്നാണ്. പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ പ്രധാന അസംസ്കൃത വസ്തുവും കരിമ്പാണ്. കേന്ദ്ര സർക്കാരിന്റെ നയമനുസരിച്ച് പെട്രോൾ ആവശ്യത്തിനു വേണ്ടിയുള്ള എഥനോൾ ആഭ്യന്തരമായി തന്നെ ഉൽപ്പാദിപ്പിക്കണമെന്നാണ്. അതുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കരിമ്പ് എഥനോൾ ഉൽപ്പാദനത്തിനായി ഇപ്പോൾ ഉപയോഗിക്കുകയാണ്. അതായത് ഇനി അടുത്തൊന്നും പഞ്ചസാരയുടെ വില കുറയില്ലെന്ന് ചുരുക്കം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.